ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് നല്ലൊരു പാൽച്ചക്ക തയ്യാറാക്കിയാലോ. അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ചക്കയെല്ലാം മുറിച്ച് വൃത്തിയാക്കിയതിന് ശേഷം നടുവേ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. നല്ല വട്ടത്തിൽ നമുക്കിത് മൊത്തം അരിഞ്ഞെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻസിലൂടെ ഒന്ന് അറിയിക്കുക. ഇത് മുഴുവനും അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മളിത് ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചട്ടിയിലേക്ക് ഇത് മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചക്കയിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരണ്ടിയതാണ്. എന്തോരം ചക്കയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് പാകത്തിനനുസരിച്ചുള്ള തേങ്ങ ചിരണ്ടിയത് നമുക്ക് വേണം. ഇതിപ്പോൾ അരമുറി തേങ്ങ ചിരണ്ടിയത് നമ്മളിത് നേരിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ തേങ്ങാപ്പാലൊന്ന് എടുക്കുവാണ്. നമ്മുടെ പാൽച്ചക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് തന്നെയാണ്. നമ്മളിത് തേങ്ങാപ്പാലിലാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ നല്ലപോലെ നമുക്കിതിന് അടിച്ചെടുക്കണം. ഒരു 3 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് നല്ല തേങ്ങാപ്പാലെടുക്കണം. ഇത് നമ്മൾ 1-ാം പാലെടുക്കുന്നുണ്ട്. നല്ല കട്ടിപ്പാൽ ആദ്യമേ തന്നെ ഒന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ 1-ാം പാലാണ് എടുക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വെക്കാനുള്ളതാണ്. ഇതൊരു 1.5 ഗ്ലാസോളം തേങ്ങാപ്പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി വീണ്ടും ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ തേങ്ങ ഇട്ട് കൊടുത്ത് 2-ാം പാൽ എടുക്കുവാണ്. ഇനി ചക്കയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ 2-ാം പാലിന് വേണ്ടി അടിച്ചു വെച്ചിരിക്കുന്നത് തേങ്ങ ഉൾപ്പെടെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി തേങ്ങാപ്പാൽ സെപ്പറേറ്റ് എടുക്കുന്നില്ല. ഇത് നമ്മൾ അതേപടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ചക്ക പുഴുങ്ങുമ്പോൾ തേങ്ങ നമ്മൾ ഒതുക്കി കൊടുക്കുന്ന പോലെ ഇതിന് കൊടുക്കുന്നില്ല. നേരിട്ട് തന്നെ നമ്മൾ ഈ തേങ്ങാപ്പാൽ ചേർക്കുന്നതേ ഉള്ളൂ. നമ്മൾ എന്തോരം ചക്ക വേവാനായിട്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താണ് നമ്മൾ 2-ാം പാല് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ തേങ്ങ പിഴിഞ്ഞ് സെപ്പറേറ്റ് ആക്കാതെ അതേപടി നമ്മൾ ചക്കപ്പുഴുക്കിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിത് വേവിക്കാനായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇത് പാകത്തിനൊന്ന് വെന്ത് കിട്ടണം. ഇനി നമ്മുടെ ഈ പാൽ ചക്കയിലേക്ക് നല്ല അടിപൊളി ഒരു ചമ്മന്തി തയ്യാറാക്കണം. വളരെ സ്പെഷ്യലായിട്ടുള്ള നല്ല ഒരു ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരണ്ടിയത്, എരിവിനനുസരിച്ചുള്ള കാന്താരി, 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. കാന്താരി, ഉപ്പ് ഇത്രയും മാത്രം ചേർത്താണ് തേങ്ങ അരച്ചെടുക്കുന്നത്. ഇനി നമ്മുടെ പാൽ ചക്ക എന്തായെന്ന് നോക്കാം. ഇത് നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൂടി കൊടുക്കാം. പകുതി വേവേ ആയിട്ടുള്ള നന്നായിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് നമ്മുടെ ചക്ക പകുതി വേവായിട്ടുണ്ട്. ഈ ഒരു പരുവായതിനു ശേഷം നമ്മൾ 1-ാം പാലെടുത്ത് മാറ്റി വെച്ചിരുന്നത് നമ്മളിനി ചേർത്ത് കൊടുക്കുകയാണ്. അതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1-ാം പാല് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 1-ാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമ്മുടെ ചക്ക നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെച്ച് നന്നായിട്ട് ഇനി മിക്സ് ചെയ്താൽ മാത്രം മതി. ഇത് നമ്മുടെ പാൽ ചക്ക അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് ഇച്ചിരി കൂടി ലൂസായിട്ടൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ഇത് കുറച്ച് കട്ടിക്ക് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല രുചിയാണിത്. ഒരു കറിയും വേണ്ടെന്നുള്ളതാണ് സത്യം. ഇനി എങ്ങനെയാണ് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ചമ്മന്തി തയ്യാറാക്കുന്നത് നോക്കാം. ചമ്മന്തിക്കായിട്ട് നമ്മളിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം കടുക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതുപോലെ വറ്റൽമുളകും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ചമ്മന്തിയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക.
ഇത് ഇത്രയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചമ്മന്തി അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചമ്മന്തി ഒരിക്കലും തിളച്ച് പോകാൻ പാടില്ല, തിളയ്ക്കാതെ നമ്മൾ നോക്കണം. തിളച്ച് പോകാതിരിക്കാൻ നിർത്താതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ആവിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് തീ ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നല്ല പാൽച്ചക്കയും അതുപോലെ നല്ല വെള്ള ചമ്മന്തിയും കാന്താരി ചമ്മന്തി. ഇനി ഇത് ചൂടോടുകൂടി കഴിച്ചാൽ മാത്രം മതി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതിന്. ഇത് ചമ്മന്തി നമ്മളിനി നടുക്കൊഴിക്കാൻ വേണ്ടിയിട്ടാണ് നടുവ് മാത്രം ഒന്ന് കുഴിച്ചു കൊടുക്കുന്നത്. ഇതിനി നടുവിലേക്ക് നമുക്ക് നല്ല ചമ്മന്തി ഒഴിച്ചു കൊടുക്കാം. ഇത് എത്ര കഴിച്ചാലും മതി വരാത്ത നല്ല പാൽച്ചക്കയും ചമ്മന്തിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്ക ഇഷ്ടമല്ലാത്തവർ പോലും ഇത് ആസ്വദിച്ച് കഴിക്കും, ഉറപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.